സാഗറിനെ ഞാൻ അവിടുന്ന് കെട്ടുകെട്ടിക്കാൻ വേണ്ടി അവരോട് സംസാരിച്ചപ്പോഴാ മറ്റൊരു വിവരം കൂടി അറിഞ്ഞത്. അവളുണ്ടല്ലോ മഞ്ജു, അവളിപ്പോ ഒരു ടെക്സ്റ്റൈൽസിൽ സെയിൽസ് ഗേളായിട്ട് നിൽക്കുക. അപ്പോ അതുവരെ എത്തി കാര്യങ്ങളല്ലേ? അതെ, ജീവിക്കാൻ വേണ്ടി അവളും സാഗറും പെടാപാട് പെടുക. അതുകൊണ്ടാണല്ലോ ചെയ്യാത്ത പണിയൊക്കെ അവൻ ചെയ്യാൻ വന്നത്. ഉള്ള മണ്ണും കട്ടയൊക്കെ ചോന്ന് അവന്റെ കയ്യിലെ തഴമ്പ് പൊട്ടിക്കാണും. നിനക്കറിയാലോ നിന്റെ പെങ്ങളെ. എടാ, അവള് സമ്പന്നതയുടെ നടുവിലാ ജനിച്ചത്. അന്ന് തൊട്ട് അവളുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി കൊടുക്കാൻ അടുത്ത ആളുണ്ടായിരുന്നു. എടാ, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷവും അവള് പറയുന്നതൊക്കെ ഞാൻ അവക്ക് വേണ്ടി വാങ്ങിച്ചു കൊടുക്കാതിരുന്നിട്ടില്ല. പക്ഷെ ഉള്ള ജോലി പോയ സാഗർ എങ്ങനെ അവളെ പോറ്റാനാ? അതുകൊണ്ടാ രണ്ടും കൂടി ഇപ്പൊ ചെയ്യാത്ത പണിയൊക്കെ ചെയ്യുന്നത്. ഇനി ഏതായാലും നമ്മുടെ വർക്ക് സൈഡിൽ അവൻ കയറില്ല. പക്ഷേ മറ്റെവിടെയെങ്കിലും പോയി ജോലി ചെയ്യുമെന്ന് അറിയില്ല. ചെയ്യട്ടാ, ചെയ്യട്ടെ. അവിടെ ഞാൻ കടന്നു കയറിക്കോളാം. എന്നിട്ട് അവൻ പണി ചെയ്യുന്ന സ്ഥലത്തെ തൊഴിലാളികളെ കയ്യിലെടുത്ത് അവന്റെ കാര്യം ഞാൻ തീരുമാനാക്കിക്കൊള്ളാ. കെട്ടിടത്തിന്റെ മുകളിലാണ് അവൻ പണി ചെയ്യുന്നെങ്കിൽ അവിടുന്ന് അവനെ തള്ളിയിടാൻ പറഞ്ഞോളാം. പിന്നെ മഞ്ജുവിന്റെ കാര്യം, അവളും ഇനി അധികകാലം ആ ടെക്സ്റ്റൈൽസിൽ ജോലി ചെയ്യില്ല. അവിടുന്ന് നമുക്ക് അവളെ പറപ്പിക്കടാ മോനെ. ഈ നാട്ടില് എടാ ഞാൻ അറിയാത്ത ടെക്സ്റ്റൈൽസ് ഇല്ലടാ മോനെ. നേരത്തെ കണ്ണന്റെ ജ്വല്ലറിയിലെ മാനേജർ ആയിരുന്നുകൊണ്ട് സകല ജ്വല്ലറി ആയിട്ടും ടെക്സ്റ്റൈൽസുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. ആ ബന്ധം വെച്ചിട്ട് അവള് ഞാൻ പുകച്ചോളാടാ. ജീവിക്കാൻ കഴിയാതെ അവള് വന്ന് മേഘന്റെ കാൽക്കൽ വീഴണം. അതാണ് എന്റെ ആഗ്രഹം. കണ്ണന്റെ സ്വത്തുക്കള് നമ്മള് മൂന്നാളും കൂടി പകുത്തെടുക്കാമെന്ന ആഗ്രഹിച്ചത്. ഒരു പങ്ക് നിനക്ക്, വേറൊരു പങ്ക് മഞ്ജുവിന്, അവസാനത്തെ പങ്ക് എനിക്ക്. അതങ്ങനെ തന്നെ പോയാ മതി. അതിന്റെ ഇടയ്ക്ക് മേഘയുടെ പോരത്തേക്ക് ചെലവിന് കൊടുക്കുന്നില്ലേ? എടാ മോനെ, നീയും ഞാനും ഒത്ത് പല വേലത്തരങ്ങളും ഒപ്പിച്ചിട്ടുണ്ട്. നിന്റെയും എന്റെയും കല്യാണത്തിന് മുൻപ്. അത് നീ മറക്കരുത് കേട്ടോ. പക്ഷെ എടാ, ഇവിടെ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. ശരി ശരി, ഇനിയിപ്പോ അതിനെപ്പറ്റിയൊന്നും ഞാൻ ചോദിക്കുന്നില്ല. മേഘേട്ടൻ എത്രയും പെട്ടെന്ന് സാഗറിനെയും അവളെയും വേർപിരിക്കാൻ നോക്ക്. സാഗറിന്റെ കഷ്ടപ്പാട് കണ്ടിട്ട് കണ്ണേട്ടനോ അയാളുടെ കെട്ടിയോളും കൂടെ അവനെ വീണ്ടും ഫിനാൻസിയസിൽ കയറ്റിയ അതിന്റെ പിന്നാലെ മഞ്ജുവും കയറും. പിന്നെ അവരെല്ലാരും കൂടെ ഒന്നിച്ച് നിൽക്കും. നമ്മൾ ആഗ്രഹിച്ചതുപോലെ ഒന്നും നടക്കില്ല. അത് ഓർമ്മ വെച്ചോ.